ക്രിക്കി മലയാളം 2.0യുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. IPL വളരെയധികം ആവേശകരമായി കൊണ്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതും. ചില മത്സരങ്ങളൊക്കെ തന്നെ മഴകാരണവും മറ്റും ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില ടീമുകൾക്ക് അത് വലിയ അനുഗ്രഹവും മറ്റു ചില ടീമുകൾക്ക് അത് വലിയ ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. വളരെ കുറഞ്ഞ മത്സരങ്ങൾ മാത്രമാണ് ഇനി IPL ബാക്കിയുള്ളത്. ഈ ഒരു ഘട്ടത്തിൽ പോലും ഒരു ടീമും ഒഫീഷ്യലായിക്കൊണ്ട് പ്ലേ ഓഫ് ഉറപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യം. ശരിയാണ്, പോയിന്റ് ടേബിൾ പരിശോധിക്കുമ്പോൾ ചില ടീമുകൾ തീർച്ചയായിട്ടും പ്ലേ ഓഫിൽ കയറും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഇതുവരെ അത് ഒഫീഷ്യലായിട്ട് സംഭവിച്ചിട്ടില്ല എന്നുള്ളത് വളരെയധികം ശ്രദ്ധേയമാണ്. ടോപ്പ് 4-ൽ എത്താൻ വേണ്ടിയിട്ട് കഠിന പരിശ്രമങ്ങളാണ് ഓരോ ടീമും നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഏതായാലും ഇതുവരെ 3 ടീമുകളാണല്ലോ IPL നിന്നും പുറത്തു പോയിട്ടുള്ളത്. SRHും രാജസ്ഥാൻ റോയൽസും CSKയും ഒഫീഷ്യലായിട്ട് എലിമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ 7 ടീമുകൾ മാത്രമാണ് IPL പ്ലേ ഓഫ് കണ്ടന്റേഴ്സ് ആയിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതും. KKRന്റെ സാധ്യതകൾ ഏതാണ്ട് പൂർണ്ണമായിട്ടും അസ്തമിച്ചു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. എന്നാൽ LSGക്ക് നേരിയ സാധ്യതകൾ മാത്രം ഇപ്പോഴും ബാക്കിയുണ്ട്. ഇന്നലെ നടന്ന DCയും PBKസും തമ്മിലുള്ള മത്സരം ഉപേക്ഷിച്ചപ്പോൾ ഇരു ടീമുകൾക്കും ഓരോ പോയിന്റ് വീതം പങ്കിടുകയാണല്ലോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതോടുകൂടി PBKസ് 3-ാം സ്ഥാനത്ത് തന്നെ തുടരുകയാണ്. 12 മത്സരങ്ങളിൽ 16 പോയിന്റാണ് പഞ്ചാബ് കിങ്സിനുള്ളത്. ഡൽഹി ക്യാപിറ്റൽസ് ആവട്ടെ 5-ാം സ്ഥാനത്താണുള്ളത്. 12 കളികൾ പൂർത്തിയാക്കിയപ്പോൾ DCക്ക് 14 പോയിന്റാണുള്ളത്. തീർച്ചയായിട്ടും സീസണിന്റെ തുടക്കത്തിലൊക്കെ DCക്ക് ഫ്ലൈയിങ് സ്റ്റാർട്ടായിരുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോഴാവട്ടെ അവർക്ക് ഡു ഓർ ഡൈ സിറ്റുവേഷനാണ് നിൽക്കുന്നതും. കാരണം ഇനിയുള്ള 2 മത്സരങ്ങളും വമ്പൻ ടീമുകൾക്കെതിരെയാണ്. ഗുജറാത്ത് ടൈറ്റൻസിനെതിരെയും മുംബൈ ഇന്ത്യൻസിനെതിരെയും. അതിൽ ഒരൊറ്റ മത്സരം തോറ്റാൽ തന്നെ അവരുടെ പ്ലേ ഓഫ് സാധ്യതകൾക്ക് വലിയ തോതിലുള്ള മങ്ങലേൽക്കും എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. സോ ഈ ഒരു സീസൺ തുടങ്ങുമ്പോൾ കന്നിക്കിരീടം നേടാൻ ഡൽഹി ക്യാപിറ്റൽസ് തയ്യാറായി നിൽക്കുകയാണെന്നുള്ള തോന്നലൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ടായെങ്കിൽ കൂടി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർ പ്ലേ ഓഫിലേക്ക് എത്തുമോ എന്നുള്ള കാര്യം പോലും വലിയ സംശയമാണ്. പക്ഷേ 2 കളികളും വിജയിച്ചാൽ അവർക്ക് 18 പോയിന്റുകളിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ള കാര്യം കൂടി നമ്മൾ മറക്കുന്നില്ല. പോയിന്റ് ടേബിളിൽ തലപ്പത്ത് നിൽക്കുന്ന GTക്ക് നിലവിൽ 16 പോയിന്റുകളാണുള്ളത്. ഇനി 3 കളികൾ അവർക്ക് ബാക്കിയുണ്ട് താനും. അതിൽ 1-2 കളികൾ വിജയിച്ചാൽ തന്നെ GT 100% പ്ലേ ഓഫ് ഉറപ്പിക്കുകയും ചെയ്യും. RCBയുടെയും സാഹചര്യം ഇതേപോലെ തന്നെയാണ്. PBKസ് 12 കളികളിൽ നിന്നാണ് 16 പോയിന്റ് സ്വന്തമാക്കിയിരിക്കുന്നത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ PBKസ് അനായാസമായി കൊണ്ട് തന്നെ പ്ലേ ഓഫ് ഉറപ്പിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മുംബൈ ഇന്ത്യൻസിലേക്ക് വരികയാണെങ്കിൽ അവർ 12 കളികളിൽ നിന്ന് 14 പോയിന്റ് ആണുള്ളത്. തീർച്ചയായിട്ടും ഇനിയുള്ള 2 കളികളും MIയെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായിട്ടുള്ള മത്സരങ്ങളാണ്. കാരണം അതിൽ ഒരൊറ്റ മത്സരം പരാജയപ്പെടുകയാണെങ്കിൽ ചിലപ്പോൾ മറ്റ് ടീമുകളെ ആശ്രയിക്കേണ്ടി വന്നേക്കും മുംബൈ ഇന്ത്യൻസിന്. പക്ഷേ അവരുടെ താരങ്ങളുടെയൊക്കെ മാരക ഫോം കണക്കിലെടുത്തുകൊണ്ട് MI 100% പ്ലേ ഓഫ് ഉറപ്പിക്കുമെന്ന് തന്നെയാണ് ആരാധകരും പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം. ചെറിയൊരു ഗുഡ് ബൈ.